ദ ജേർണലിസ്റ്റിലേക്ക് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന പ്രചാരണം നടത്തുന്നവർ ഈ വാർത്ത ഒന്ന് കേൾക്കണം. ഹരിയാനയിൽ BJPയുടെ ഭരണം അവസാനിപ്പിക്കുന്ന വിധത്തിൽ BJPയിൽ നിന്ന് MLA-മാർ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു. രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ കോൺഗ്രസ് മുന്നേറ്റങ്ങളിൽ ഒന്നോ BJPയുടെ തകർച്ചകളിൽ ഒന്നോ ആയി വേണം ഇതിനെ വിലയിരുത്താൻ. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലം അത്രയും കോൺഗ്രസിനെ ഒരു വലിയ ശത്രുവായി തന്നെ BJP പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ കോൺഗ്രസിനെതിരെ വർഗീയമായ പ്രചാരണങ്ങൾ അടക്കം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിരുന്നത്. ഇന്നും പ്രധാനമന്ത്രി പറയുന്നത് വോട്ട് ജിഹാദ് അടക്കമുള്ള ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെ തന്നെയാണ്. അതിന്റെ അർത്ഥം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ രാജ്യത്ത് ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തുന്നു, അത് BJPക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന പൾസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ BJPയുടെ എല്ലാ നേതാക്കൾക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ദക്ഷിണേന്ത്യ ഇപ്പോൾ BJP മുക്തമാണ്. തെലങ്കാന, ആന്ധ്ര, കർണാടക, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിൽ ഒന്നും BJPയുടെ ഭരണമില്ല എന്ന് മാത്രമല്ല, ഇവിടങ്ങളിൽ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. 400 സീറ്റ് നേടി ഇത്തവണ കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് സ്വന്തമാക്കി അധികാരത്തിൽ വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ 80 സീറ്റെങ്കിലും ദക്ഷിണേന്ത്യയിൽ നിന്ന് വേണമെന്ന BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം ഒരു തരത്തിലും നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് കർണാടകയിൽ നിന്നും കേരളത്തിൽ നിന്നും അടക്കമുള്ള തെരഞ്ഞെടുപ്പ് പൾസുകൾ BJP കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന സൂചന. പല സംസ്ഥാനങ്ങളിലും BJP വിരുദ്ധ വികാരം ശക്തമാണ്. കേന്ദ്ര സർക്കാരിനെതിരായ വികാരം ശക്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വർഗീയ ഭാഷണങ്ങൾക്കെതിരെ പോലും ശക്തമായി ജനങ്ങൾ മതനിരപേക്ഷ ചേരിയിൽ ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ച പലയിടങ്ങളിലും കാണാം. ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ BJP വെള്ളം കുടിക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും BJP ഇതര കക്ഷികൾ ഭരിക്കുന്നിടത്ത് BJPക്ക് ഇത്തവണയും പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മണിപ്പൂർ അടക്കമുള്ള ഇടങ്ങളിൽ BJPക്കെതിരെ വലിയ വികാരം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ തന്റെ ഭാഷണങ്ങൾ കൊണ്ട് അതിജീവിക്കാൻ കഴിയും. മോദി കാ ഗ്യാരണ്ടി എന്ന വാദം കൊണ്ടൊക്കെ അതിജീവിക്കാൻ കഴിയുമെന്നാണ് ആദ്യ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും കരുതിയത്. പക്ഷേ കേരളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഈ മോദി കാ ഗ്യാരണ്ടി വർക്കൗട്ട് ആകുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് തീവ്ര വർഗീയ ഭാഷണവുമായി ഇവർ രംഗത്തിറങ്ങുന്നത്. പക്ഷേ അതും BJPയെ തുണയ്ക്കുന്നില്ല എന്ന് തെളിയിക്കുന്നിടത്താണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഹരിയാനയിൽ BJPയുടെ ഭരണം തന്നെ പോകുന്ന വിധത്തിലാണ് 3 MLA-മാർ ഇപ്പോൾ പിന്തുണ പിൻവലിച്ചിരിക്കുന്നത്. ഇവർ സ്വതന്ത്ര MLA-മാരാണ്. ഇതോടെ 90 അംഗ നിയമസഭയിൽ സർക്കാരിനുള്ള കേവല ഭൂരിപക്ഷം നഷ്ടമായിരിക്കുകയാണ്. നിയമസഭയിൽ BJP സർക്കാരിനുള്ള പിന്തുണ 42 കുറഞ്ഞു. 34 MLA-മാരാണ് സഭയിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത്. BJP സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്നും സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദാദ്രിയിൽ നിന്നുള്ള MLA സോംബീർ സാംഗ്വാൻ, നിലോഖേരിയിൽ നിന്നുള്ള MLA ധരംപാൽ ഗോന്ദർ, പുന്ദ്രിയിൽ നിന്നുള്ള MLA രൺധീർ ഗോൽൻ എന്നിവരാണ് മുഖ്യമന്ത്രി നയാബ് സൈനിക്കുള്ള പിന്തുണ പിൻവലിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമെന്ന ഒടുവിലത്തെ റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഹരിയാന മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപീന്ദർ സിംഗിന്റെ സാന്നിധ്യത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ MLA-മാർ ഇക്കാര്യം ആവർത്തിക്കുകയും ചെയ്തതോടെ BJPയുടെ ഭരണമോടെ നഷ്ടമാവുകയും രാഷ്ട്രപതി ഭരണം വരികയോ തുടർന്ന് കോൺഗ്രസ് അവിടെ അധികാരത്തിലേറാനുള്ള സാധ്യതകൾ തെളിയുകയോ ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹരിയാന എന്ന് പറയുന്നത് BJPയുടെ ഒരു പ്രസ്റ്റീജ് സംസ്ഥാനമായിരുന്നു. അവിടെ BJP വലിയ തോതിൽ കൈയടക്കി വെച്ചിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കമുണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ കർഷക സമരം അടക്കമുള്ള വിഷയങ്ങൾ, അതായത് അടിസ്ഥാന വിഭാഗം ഇപ്പോൾ BJPക്ക് തിരിച്ചടി നേരിട്ടിട്ടുള്ള കർണാടക ആയിക്കൊള്ളട്ടെ, അവിടെ ഭരിച്ചിരുന്ന സംസ്ഥാനമാണ് BJPക്ക് കർണാടക കഴിഞ്ഞ തവണ കയ്യിൽ നിന്ന് പോയത്. അതുപോലെ തെലങ്കാനയിൽ വലിയ മുന്നേറ്റം BJP പ്രതീക്ഷിച്ചു. പക്ഷെ അവിടെ കോൺഗ്രസിനെ ജനങ്ങൾ നെഞ്ചേറ്റി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ ഒരു ട്രെൻഡ് BJPക്കെതിരെയും കോൺഗ്രസിന് അനുകൂലമായിരുന്നു. പലയിടങ്ങളിലും കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ നിമിത്തം BJPക്ക് അധികാരത്തിൽ വരാൻ സാധിച്ചിട്ടുണ്ട് എങ്കിലും അത് കേവലം താൽക്കാലികം മാത്രമാണ് എന്ന സൂചന നൽകുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. അതായത് BJP കോൺഗ്രസിലെ ചില ആളുകൾ നോട്ടമിടുന്നു, കോൺഗ്രസിൽ നിന്ന് അവരെ പർച്ചേസ് ചെയ്തു. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവരെ കൊണ്ട് പരിപൂർണമായ ഒരു ഗുണമുണ്ടാക്കാൻ BJPക്ക് എവിടെയും കഴിയുന്നില്ല. കേരളത്തിൽ പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും ഒക്കെ എന്താണ് ചെയ്യുന്നതെന്നും എവിടെ എത്തി നിൽക്കുന്നുവെന്നും ഒക്കെ നമുക്കറിയാം. അനിൽ ആന്റണി പത്തനംതിട്ടയിൽ അട്ടിമറിക്കുമെന്നൊക്കെയാണ് BJP പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്ന ചോദ്യം അവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ ഈ കോൺഗ്രസിൽ നിന്ന് വന്ന ആളുകളെ കൊണ്ട് ഒരു സീറ്റ് പിടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാനോ
BJP-ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യവുമാണ്. പക്ഷെ ഹരിയാനയിൽ നോക്കുക, അവിടെ BJP-യുടെ MLA-മാരല്ല, മറിച്ച് BJP-ക്ക് ഒപ്പം ഉണ്ടായിരുന്ന സ്വതന്ത്ര MLA-മാർ, ഫലത്തിൽ NDA-യുടെ ഭാഗമായി നിൽക്കുന്ന എന്ന് പറയാവുന്ന ആളുകൾ, അവർ നേരെ അവിടെ നിന്നിറങ്ങി കോൺഗ്രസിലേക്ക് പോകുമ്പോൾ, അതും BJP ഭരിക്കുന്ന സമയത്തു തന്നെ ഇവർ പോകണമെങ്കിൽ അത് ശക്തമായ ജനരോഷത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇവർക്ക് തന്നെ ഈ മുന്നണിയിൽ തുടരുക അല്ലെങ്കിൽ BJP-ക്കൊപ്പം നിൽക്കുക എന്നത് ഒരു അധമ പ്രവർത്തനമായി തോന്നിയിട്ടോ ഒക്കെ ആയിരിക്കാം. എന്തായാലും അത്തരത്തിൽ ഒരു നീക്കം നടന്നതോടുകൂടി BJP-ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും BJP-ക്ക് ഇത്തരത്തിൽ തിരിച്ചടികൾ കിട്ടുന്നുണ്ട്. പല വിധത്തിലുള്ള തിരിച്ചടികൾ BJP-യെ തേടി എത്തുന്നുണ്ട്. കർഷകരടക്കമുള്ളവർ, ഇപ്പോഴും കർഷക സമരം പല സംസ്ഥാനങ്ങളിലുമുണ്ട്. ഇവരൊക്കെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ BJP-ക്കെതിരെ തിരിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുമുണ്ട്. നമുക്കറിയാം, ഇതിനു മുമ്പ്, അതായത് രണ്ടാം മോദി സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒന്നാം മോദി സർക്കാർ മാറി രണ്ടാം മോദി സർക്കാർ വരുന്ന സമയത്തും ഇത്തരത്തിൽ പല തിരിച്ചടികളും BJP-ക്ക് ഉണ്ടായിരുന്നു. അന്നും ഇതുപോലെ BJP-ക്ക് ഒരു പതനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതുണ്ടായില്ല. അതുകൊണ്ട് മൂന്നാം തവണ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വീണ്ടും വരും. ഈ ആരോപണങ്ങളൊന്നും അല്ലെങ്കിൽ ഈ സംഭവ വികാസങ്ങളൊന്നും BJP-യെ ബാധിക്കില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം രണ്ടാം UPA സർക്കാരും ഇങ്ങനെയായിരുന്നു. രണ്ടാം UPA സർക്കാർ അധികാരത്തിൽ വരില്ല എന്ന് എല്ലാവരും കരുതിയപ്പോഴാണ് രണ്ടാം UPA സർക്കാർ അധികാരത്തിൽ വന്നത്. രണ്ടാം UPA സർക്കാർ ഒരിക്കലും വീഴില്ല, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കയ്യിൽ ഈ രാജ്യം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിടത്താണ് രണ്ടാം UPA സർക്കാർ തകർന്നു വീണത്. അപ്പോൾ ഒരു ഭരണം കഴിഞ്ഞ് അടുത്ത ഭരണത്തിന്റെ തുടർച്ചയുണ്ടായി മൂന്നാമതും ഭരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഇതിനു മുമ്പും മുന്നണികൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനു മുമ്പും അത് തകർന്നടിച്ചിട്ടുണ്ട്. അതുപോലെ BJP-ക്കും സംഭവിക്കുമോ? ഉത്തരേന്ത്യയിൽ BJP വിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. കെജ്രിവാളിന്റെ വിഷയം അടക്കമുള്ളവ ഉത്തരേന്ത്യയിൽ വലിയ BJP വിരുദ്ധ തരംഗം, അതായത് BJP എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് രീതി നടപ്പാക്കുന്ന സംവിധാനമാണ്, അല്ലെങ്കിൽ BJP ഇനിയും അധികാരത്തിൽ വന്നാൽ BJP വിരുദ്ധ ചേരിയിലെ എല്ലാവർക്കും കെജ്രിവാളിന്റെ അവസ്ഥയാകും തുടങ്ങിയ പ്രചാരണങ്ങളൊക്കെ പല പാർട്ടികളെയും കരുത്തരാക്കിയിട്ടുണ്ട്, ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇതിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും BJP-ക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിൽ, വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന വിധത്തിൽ ഹരിയാനയിൽ ഒരു വലിയ മുന്നേറ്റം കോൺഗ്രസ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത.